ആദ്യമായി കാർ വാങ്ങുമ്പോൾ ഈ ഷോറൂമിൽ നിന്ന് ഡെലിവറി വീഡിയോകളൊക്കെ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാറുണ്ടല്ലേ? വളരെ സന്തോഷം നൽകുന്ന നിമിഷങ്ങളാണ്. ഒരു വണ്ടി എടുക്കുക, അതിങ്ങനെ ഓടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരിക, അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുക എന്നതൊക്കെ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു വീഡിയോ ആണ്. പക്ഷേ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഒരാൾ ഒരു കാർ മേടിച്ചു, പക്ഷേ അത് വീട്ടിലേക്ക് കൊണ്ടുവന്നത് അയാളല്ല ഓടിച്ചു കൊണ്ടുവന്നത്, എന്നാൽ ഡെലിവറിക്കാരാണോ കൊണ്ടുവന്നത്? അവരുമല്ല. പക്ഷേ ഒരു നിയമങ്ങളും ലംഘിക്കാതെ 30 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് ഉടമയുടെ വീട്ടിലേക്ക് ഈ കാർ എത്തി. എങ്ങനെയെന്നല്ലേ കാണാം. ടെസ്ലയുടെ വാഹനമാണ് ഇത്. ഗോകുൽനാഥ് നമുക്കൊപ്പം ചേർന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗൂഗിൾ ടെക്നോളജിയുടെ ഒരു പോക്കല്ലേ ഇതെന്താണ് സംഭവം? എന്താണ് ഈ ടെസ്ല മാജിക്? സന്ധ്യ, ടെസ്ലയുടെ മോഡൽ വൈ എന്ന് പറയുന്ന പുതിയ ഒരു കാറ് പുറത്തിറങ്ങുകയും ആ കാറിന്റെ പുതിയ ദൃശ്യങ്ങളൊക്കെയാണ് ഇലോൺ മസ്ക് അടക്കമുള്ള ടെസ്ലയുടെ മേധാവികൾ പങ്കുവെക്കുകയും ചെയ്തു. എന്തായാലും വളരെ വ്യക്തമാണ്, ഈ കാറിനുള്ളിൽ ആളില്ല, അത് ഓട്ടോ പൈലറ്റാണ്. ആ വാഹനം 30 മിനിറ്റോളം എടുത്തിട്ട് ടെക്സസിൽ നിന്ന് പോകുന്ന ആ ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. 30 മിനിറ്റോളമാണ് ഈ ഉടമയുടെ വീട്ടിലേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഡെലിവറി സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുമോ അത് കാറ് തന്നെ പോയി ഡെലിവറി ചെയ്യുന്ന ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും എല്ലാ കാലത്തും ടെസ്ല അങ്ങനെ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഇമാജിനേഷനൊക്കെ എത്രത്തോളം വികസിക്കുമോ അതിനൊക്കെ അപ്പുറത്തേക്കാണ് അവരുടെ ആ ഒരു മുൻപോട്ടുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള നിലപാടുകൾ, അല്ലെങ്കിൽ അവരുടെ ഒരു വീക്ഷണം അങ്ങനെയാണ്. അത് അങ്ങനെ തന്നെയാണ് ഈ സൈബർ ട്രക്ക് അടക്കമുള്ള പുതിയ പുതിയ കാറുകളും അല്ലെങ്കിൽ പുതിയ നൂതന ആശയങ്ങളും ഒക്കെ തന്നെ അമേരിക്കയിലെ ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ കാറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും. ഈ കാറിന് മുൻ സീറ്റിലോ പിൻ സീറ്റിലോ ആളില്ലെന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ കാർ ഓടിക്കുന്നത്, കാർ ഒറ്റയ്ക്ക് തന്നെ ഓട്ടോ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു സംവിധാനം. ഓട്ടോ ഡ്രൈവ് കാറുകളൊക്കെ പലപ്പോഴും നമ്മൾ മുൻപ് വാർത്തകളിൽ കണ്ടതാണ്. ഏറ്റവും ആദ്യം അത് ടെസ്ല തന്നെയാണ് പുറത്തിറക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്രയും ദൂരം പോകുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ ഇത്രയും ദൂരത്തോളം ഒരു കാർ സഞ്ചരിച്ച ഒരു വാർത്തയൊന്നും ഈ അടുത്ത കാലത്ത് വന്നിട്ടില്ല. ഏറ്റവും പുതിയ നൂതന സാങ്കേതിക വിദ്യയുമായിട്ടാണ് ഇപ്പോൾ ഈ മോഡൽ വൈ പുറത്തിറങ്ങുകയും ആ മോഡൽ വൈയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഈ റോഡിനടുത്ത് തന്നെ ഓസ്റ്റിനടുത്തുള്ള പ്രദേശത്ത് സ്കൂളുകളുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകൾ പോകുന്ന ട്രാഫിക് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ക്യൂ നിന്ന് വരി നിന്നൊക്കെയാണ് ഈ കാർ പോയതെന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യനോ മറ്റൊരു കാറിനോ ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കാതെ, കാൽനടക്കാർക്കോ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിലാണ് അത് പോയതെന്ന് ടെസ്ലയുടെ തന്നെ AI ഹെഡായിട്ടുള്ള ഏലൂർ രാമസ്വാമി പറയുകയും ചെയ്തു. അപ്പോൾ അത്തരത്തിൽ തന്നെ ടെസ്ലയുടെ രീതികൾ, അല്ലെങ്കിൽ ടെസ്ലയുടെ സാങ്കേതിക പരിജ്ഞാനമൊക്കെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സ്പേസ് എക്സ് എന്നുള്ളൊരു കമ്പനിയൊക്കെ തന്നെ മദർ കമ്പനിയായി വരുന്ന ഒരു കമ്പനി കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യയിൽ ഈ വാഹനമൊന്നും എത്തിയിട്ടില്ല. വരും കാലഘട്ടങ്ങളിലെങ്കിലും എത്തുമെന്നുള്ളത് നമ്മുടെ നാട്ടിലേക്കും എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ടെസ്ല മാജിക് നമ്മുടെ ഇന്ത്യയിലേക്കും എത്തട്ടെ.